ദിനംപ്രതി ഇന്ത്യ ആകട്ടെ തങ്ങളുടെ ആയുധ കലവറയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. അത്യാധുനിക ശേഷിയുള്ള ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ നേട്ടം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് പാകിസ്ഥാനെ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ, ആ സൈനിക നടപടിയുടെ ചൂട് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് ഓരോ നീക്കത്തിലൂടെയും തന്നെ ഇവിടെ പാകിസ്ഥാൻ അടക്കം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരിൽ അത്രത്തോളം ഭയമുള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്നത് ഓരോ ദിവസവും അവർ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല, അജ്ഞാതന്റെ പോലും ആക്രമണം ഭയന്നുകൊണ്ട് പാകിസ്ഥാൻ നീറി ഓരോ ദിവസവും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ആക്രമിക്കാൻ വലിയ രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും കുറുക്കിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അതിലേക്ക് തുനിഞ്ഞിറങ്ങിയാൽ തങ്ങളുടെ രാജ്യം തന്നെ ഇന്ത്യ ചുട്ട് ചാമ്പലാക്കുമെന്ന ആ ഒരു പാകത്തിന് തന്നെ ഇന്ത്യ ശക്തരായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഒരടി പോലും പിന്നോട്ട് വയ്ക്കാത്തത്. മാത്രമല്ല, ഇപ്പോൾ 450 കിലോമീറ്റർ അകലെയുള്ള ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ദീർഘദൂര റഡാറുകൾ ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡ്രോൺ ആക്രമണം മാത്രമല്ല, റോക്കറ്റുകൾ, മിസൈലുകൾ, വിമാനങ്ങൾ എന്നിവയുടെ ആക്രമണങ്ങളെയും 450 കിലോമീറ്റർ അകലെ നിന്ന് വരെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ശക്തമായ ദീർഘദൂര റഡാർ വ്യോമസേനയുടെ പ്രതിരോധത്തിനായി തന്നെ കരുത്തേകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ദീർഘദൂര നിരീക്ഷണ റഡാറുകൾ നൂതന 4D AESA റഡാർ എന്നാണ് വിളിക്കുന്നത്. 360 ഡിഗ്രിയും ശത്രു നീക്കം നിരീക്ഷിച്ചറിയാൽ 4D അതേപോലെ ആ റഡാറിന് ഇത് സാധിക്കുകയാണ് ചെയ്യുന്നത്. തത്സമയ ലക്ഷ്യ ട്രാക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുൻകൂർ മുന്നറിയിപ്പ് ലഭിക്കുന്നത് വ്യോമ പ്രതിരോധ ശേഷി കൂട്ടും. എന്തുകൊണ്ട് ഇനി 4D എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമായി തന്നെ പറയുന്നത് 4 ഡയമെൻഷനിലും ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇതിന് കഴിയുന്നതിനാൽ തന്നെയാണ് 4D എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ആ അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷനുകൾ എന്നത്? അത് വലിയ രീതിയിൽ അസമത്, അതേപോലെ തന്നെ എലിവേഷൻ, റേഞ്ച് എന്നീ തരത്തിലുള്ള ഒരു ഡയമെൻഷനുകളാണ് ഈ ഒരു രീതിയിൽ നിരീക്ഷിക്കാനായി തന്നെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രോൺ ഭീഷണി ഉൾപ്പെടെയുള്ളവ നേരിടാൻ ഉത്തര പശ്ചിമ അതിർത്തി മേഖലകളിൽ അത്യാധുനിക റഡാർ സംവിധാനം സജ്ജമാക്കാൻ ഒരുങ്ങുകയായിരുന്നു കരസേന. ശത്രു സൈന്യത്തിന്റെ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. കരസേനയുടെ ആകാശ് തീർ വ്യോമ പ്രതിരോധ സേനാ ശൃംഖലയുമായി തന്നെ ഇതിനെ സംയോജിപ്പിക്കുമെന്നും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇതിലൂടെ തന്നെ യുദ്ധമുഖത്തുള്ള കമാൻഡർമാർക്ക് ശത്രുവിന്റെ വ്യോമ ഭീഷണികൾക്ക് ഉടൻ തന്നെ മറുപടി നൽകുവാനും 45 അല്ലെങ്കിൽ ലെവൽ ലൈറ്റ് വൈറ്റ് വികസിത റഡാറുകൾ, അതേപോലെ തന്നെ 48 വ്യോമ പ്രതിരോധ അഗ്നിശമന റഡാർ ഡ്രോണുകൾ ഇവയെല്ലാം തന്നെ സജ്ജമാക്കുമെന്ന ഒരു റിപ്പോർട്ട് പോലും ഇതിനു മുൻപേ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സമ്പൂർണ്ണ വ്യോമ നിരീക്ഷണം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യസ്ഥാനം അവിടെ പിന്തുടരുന്നതിനുമായി തന്നെ 10 പരിഷ്കരിച്ച ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ ഇതിനായി തന്നെ ആർമി ഇവിടെ ലക്ഷ്യമിടുന്നതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയ നൂതനമായ ഒരു റഡാർ സംവിധാനം കൂടെ ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.